കർത്താവിനാൽ അനുഗ്രഹമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ, കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ മാസത്തിന്റെ സമാപന ഞായറാഴ്ചയിൽ ദൈവത്തെ ആരാധിപ്പാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവ് നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോക ജനത വളരെ സന്തോഷത്തോടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം ആഘോഷിക്കുന്ന ഒരു പകലാണ് ഈ പകൽ. രാവിലെ മുതൽ തന്നെ അതിനുവേണ്ടിയുള്ളതായ വട്ടം കൂട്ടലുകളൊക്കെ നടത്തി ഉയർപ്പിന്റെ ആ ലഹരിയിൽ മണിക്കൂറുകളെ കഴിച്ചുകൂട്ടുന്ന ഒരു പകൽക്കാലമാണ് ഈ പകൽക്കാലം. അല്പ സമയങ്ങളൂടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചുറ്റുപാടുകളിലും നിരത്തുകളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ ലഹരി വിട്ടുണരാത്ത പലരെയും പലയിടങ്ങളിലും കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. കൃപയാൽ ദൈവത്തെ ആരാധിപ്പാൻ, ഒരിക്കലായി മരിച്ച് എന്നേക്കും ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ഈ കൃപയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അറിയാത്തത് കൊണ്ട് ഹല്ലേലൂയ വിടുവിക്കപ്പെടാത്തതല്ല പലരും, അറിയാമായിട്ടും പലരെയും ഭയന്നുകൊണ്ട് ഇന്നും പലരും ആ ചട്ടക്കൂട്ടുകളിൽ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ അത് ഭേദിച്ച് പുറത്തു വരുവാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും നിശ്ചയിക്കപ്പെട്ടതായ സമയങ്ങളിലെ നമ്മുടെ കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിൽ വന്ന് സംബന്ധിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി ഡിസ്ട്രിക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രാർത്ഥനകളിലും പോയി സംബന്ധിക്കുവാൻ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ ദൈവം എനിക്കും അവസരങ്ങളെ നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ എത്ര ദൈവമക്കൾ ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു എന്നുള്ളത് എനിക്കറിയാൻ കഴിഞ്ഞില്ല. കാരണം എല്ലാ പ്രാർത്ഥനകളും തുടങ്ങിയ ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നതും. ആ മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഉടനെ പോരേണ്ടതായ ബന്ധപ്പാടുകൾ ഈ ദിവസങ്ങളുണ്ട് എന്നുള്ളത് ദൈവമക്കൾക്ക് അറിയാവുന്നത് കൊണ്ട് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും അല്ലെ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ ഹല്ലേലൂയ ദൈവം അവസരം നൽകി. ഏതെങ്കിലും ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ കൂട്ടായ്മ അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവ് നമ്മെ ഇത്രത്തോളം പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സഹോദരി സഹോദരന്മാരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ ദാസന്മാരെയും ദേശത്തും വിദേശത്തുമായി സർവശക്തനായ ദൈവം പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജോലിയിൽ വിവിധ ദേശങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമായിരുന്ന നമ്മുടെ പല സഹോദരങ്ങളും ഈ പകൽക്കാലം നമ്മോട് ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആരംഭത്തിൽ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പേരെടുത്ത് ഒടുവിലായി ഞാൻ ആ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 41 സങ്കീർത്തനമാണല്ലോ ഇന്ന് പകൽ വായിപ്പാൻ ഇടയായിത്തീർന്നത്. അനുഗ്രഹിക്കപ്പെട്ടതായ ആ ദൈവവചനത്തിന്റെ വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ ഒരു നിര നമ്മുടെ കൂടെയുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മേശ നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷകൾക്കെല്ലാം സമയം ആവശ്യമായതുകൊണ്ട് ഞാൻ എൻ്റെ സമയത്തിന്റെ ലഭ്യതയെ വളരെ കുറച്ച് ദൈവസന്നിധിയിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 41 സങ്കീർത്തനം ഒരു ദൈവ പൈതലിന്റെ ഭാഗ്യാവസ്ഥയെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സങ്കീർത്തനമാണ്. ഭാഗ്യാവസ്ഥ എന്ന് പറയുമ്പോൾ ദൈവത്താൽ ലഭിക്കുന്നതായ ഭാഗ്യാവസ്ഥ. ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്യുന്നു, എങ്ങനെയെല്ലാം ദൈവം അവനെ സഹായിക്കുന്നു എന്നുള്ള അനേക ചിന്തകൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ 41 സങ്കീർത്തനം. അതിലെ ചില വാക്കുകളെങ്കിലും എപ്പോഴെങ്കിലും നമ്മെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഹല്ലേലൂയ നന്നായി ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഭാരങ്ങളിൽ വേദപുസ്തകത്തിലെ ഇതര ഏത് പുസ്തകങ്ങളെക്കാൾ കൂടുതൽ
നാം കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് സങ്കീർത്തന പുസ്തകമാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലെ, അതുകൊണ്ട് തന്നെ സങ്കീർത്തനം കൂടുതൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പുസ്തകമൊക്കെ നോക്കിയാൽ ഒരു പരിധി വരെ അതിന് തെളിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അല്ലെ, സങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ ദാവീദിനെ പോലെ ഇതര ദൈവത്തിന്റെ ഭൃത്യന്മാർ അവരുടെ അനുഭവത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളതായ അല്ലെ വാക്കുകളാണ്, പാട്ടുകളാണ്, കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടൊരു ഭക്തന്റെ ജീവിതവുമായി അതിന് വലിയ സാമ്യമുണ്ട്. അത് വളരെ പൊരുത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അല്ലെ ഒരു സാക്ഷ്യത്തിന് എഴുന്നേൽക്കുന്ന ദൈവമക്കളുടെ ആകെ എണ്ണം പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ പറയപ്പെടുന്ന സാക്ഷ്യത്തിൽ ഒരു വാക്യം വായിക്കാൻ ആരെങ്കിലും താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതലും വായിക്കുന്നത് സങ്കീർത്തനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആളുകൾ അതിന് അവസരങ്ങൾ കണ്ടെത്തുന്നത് വീട്ടിൽ വെച്ച് അവസരങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ അന്ന് വായിച്ച സങ്കീർത്തനങ്ങളാണ് കൂടുതൽ പേരെയും സന്തോഷിപ്പിക്കുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. ഇന്ന് പകൽ ഈ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ദൈവവൈതലിന്റെ ഭാഗ്യാവസ്ഥ ഏത് നിലകളിൽ എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതിന്റെ ആരംഭത്തിലെ അതിന്റെ 3-4 വാക്യങ്ങൾ വരെ ശ്രദ്ധിക്കുമ്പോൾ ഒരു ദൈവവൈതലിനെ ദൈവം എങ്ങനെ താങ്ങുന്നു, ഏതെല്ലാം നിലയിൽ അവനെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആരംഭത്തിലെ 4 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. തുടർന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിന്റെ 7 മുതൽ 8 വരെയുള്ള വാക്യം, 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില വിഷയങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന പ്രസ്താവനകളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ പ്രധാനമായും ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവിടെ രോഗത്തിൻ്റെതായ അനുഭവത്തിൽ വളരെ കഷ്ടതയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ. അവിടെ പറയുന്നു, ഹല്ലേലൂയ, ഒരു ദുർവ്യാധി അവൻ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, അവൻ എഴുന്നേൽക്കുകയില്ല. ഈ ഒരു കഷ്ടതയിലായിരിക്കുന്ന വ്യക്തിയെ വന്നു കാണുന്ന ആളുകൾ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയുന്നത് ഒരു കാര്യം, പുറത്തുപോയി പറയുന്നത് മറ്റൊരു കാര്യം. ഹല്ലേലൂയ. നാം അവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യമല്ല പറയുന്നത്, അവൻ കപടവാക്ക് പറയുന്നു. പുറത്തുപോയി അവൻ എന്ത് ചെയ്യുന്നു? നീതികേട് ഹല്ലേലൂയ പറയുന്നു. നീതികേടായിട്ടുള്ള കാര്യങ്ങൾ അവൻ പുറത്തുപോയി ആളുകളോട് അത് ഹല്ലേലൂയ മനസ്സിലുള്ളത് പ്രസ്താവിക്കും. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളാണ് അതിന്റെ 8 വരെയുള്ളതായ വാക്യത്തിൽ കാണുന്നത്. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരന്റെ നിലവിളിയാണ് കാണുവാൻ കഴിയുന്നത്. താൻ ദൈവത്തോട് പറയുന്ന, കർത്താവേ, ഞാൻ വിശ്വസിച്ചവനും എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗങ്ങൾ. അങ്ങനെ ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ആരംഭത്തിലെ ഭാഗം ദൈവത്തിന്റെ സഹായങ്ങളെ കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ നിലവിളിയും അതിന്റെ നടുവിൽ ദൈവം തന്നോട് സംസാരിച്ചതായ വാക്കുകളുമാണ് ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗങ്ങളിൽ കാണുന്നത്. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി 41-ാമത്തെ സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധി വായിക്കാം. അവിടെ ഭക്തൻ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായി എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ചില നിമിഷങ്ങൾ ഈ വചനത്തിൽ നിന്ന് അല്ലെ നമ്മോട് ദൈവം സംസാരിപ്പാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അവിടെ ഭക്തൻ ഓർപ്പിക്കുന്നു, എനിക്കൊരു ശത്രുവുണ്ട്. ആ ശത്രു ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, പറയാൻ പ്രസ്താവിപ്പാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, എന്റെ മേൽ ജയഘോഷം കൊള്ളുവാൻ ആഗ്രഹിക്കുന്നത്. എന്താ അവൻ പറയുന്നതെന്നറിയാമോ? ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു, ഞാൻ അവനെ പരാജയപ്പെടുത്തി, ഞാൻ അവനെ അടിച്ചു, ഞാൻ അവനെ നിലംപരിചാക്കി, ഇനി എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം അവനെ ഞാൻ ആക്കി തീർത്തു. ആ വ്യക്തിയെ, ആ കുടുംബത്തെ, അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവനെ ഞാൻ ആ നിലയിലാക്കി മടങ്ങി
വരാൻ കഴിയാത്ത വണ്ണം, എഴുന്നേറ്റ് വരാൻ കഴിയാതെ വണ്ണം, ഒരു ഉദ്ധാരണം പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ അവനെ ആക്കി എന്ന് എന്റെ മേൽ ജയഘോഷം പറയാൻ കാത്തിരുന്ന ഒരു ശത്രുവുണ്ട്. പക്ഷേ ആ കഴിഞ്ഞ നാളുകളിലോ കഴിഞ്ഞ അവസരങ്ങളിലോ ഒക്കെ ഒരു പരിധിവരെ അവൻ എന്റെ മേൽ ജയഘോഷം കൊണ്ടാടി. ഞാൻ അങ്ങനെ ചെയ്തു. കഷ്ടതകളെ വരുത്തിയപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടപ്പോൾ, ചെയ്തുകൊണ്ടിരുന്നതായ ജോലിയുടെ ശമ്പളം അത് പകുതി കണ്ട് അല്ലെങ്കിൽ കുറഞ്ഞു പോയപ്പോൾ, ഒരുപക്ഷെ നിന്ന സ്ഥാനത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റപ്പെട്ടപ്പോൾ, അങ്ങനെ അനവധിയായുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ ശത്രു പറഞ്ഞു, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു, അവൻ അതുകൊണ്ട് ജയഘോഷം കൊള്ളുകയാണ്. എന്നാൽ ഭക്തൻ പറയുന്നു, ഹല്ലേലൂയ, അങ്ങനെ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രാർത്ഥനയുടെയും എന്റെ കണ്ണുനീരിന്റെയും ദൈവസന്നദ്ധിയിലുള്ള വിശ്വസ്തതയുടെയും ഫലമായി ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേറ്റപ്പോൾ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ന് ശത്രു മൗനമായിരിക്കുന്നത്, ഇന്ന് ശത്രു ജയഘോഷം കൊള്ളാതിരിക്കുന്നത് എനിക്ക് മാറ്റം വന്നിട്ടല്ല, എന്റെ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടല്ല, ദൈവം എന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട്, ദൈവം എന്റെ അവസ്ഥയ്ക്ക് ഒരു ഭേദം തന്നതുകൊണ്ട്, അവൻ അത് പറയാൻ കഴിയാത്ത നിലകളിൽ ദൈവം എന്നിൽ പ്രസാദിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ശത്രു ഇന്നും മിണ്ടാതിരിക്കുന്നത്? ദൈവത്തിന് എന്നിൽ പ്രസാദമായതുകൊണ്ട്, ദൈവത്തിന് എന്നിൽ പ്രസാദമായതുകൊണ്ട്. വേദഭാഗങ്ങൾ ഒത്തിരി വായിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിലും വായിക്കാൻ സമയം പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ചില സംഭവങ്ങൾ വേഗത്തിൽ പറയാം. ഇതാ നിങ്ങൾ ശ്രദ്ധിക്കൂ. അല്ലെ, കഴിഞ്ഞ 40 ദിവസങ്ങളായി ഒരുത്തൻ മുമ്പോട്ട് കടന്നു വന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുകയാണ്. അവൻ വച്ചിരിക്കുന്ന വ്യവസ്ഥ ഇതാണ്: അംഗം പൊരുതുവാൻ എല്ലാവരും കൂടെ വരേണ്ട ആവശ്യമില്ല. ഞാനൊരുത്തൻ ഞങ്ങളുടെ പ്രതിനിധിയായി അംഗത്തി തട്ടിലേക്ക് ഇതാ മുമ്പോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ, നിങ്ങളിൽ ബോധിച്ചവരെ, നിങ്ങളിൽ പ്രാപ്തിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരെ നിങ്ങൾ തെരഞ്ഞെടുത്ത് മുമ്പോട്ട് വിടണം. അവൻ എന്നെ തോൽപ്പിച്ചാൽ നിങ്ങൾക്ക് അടിമകളാകാം. ഇനിയും മറിച്ച് ഞാൻ അവനെ തോൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളാകണം. ഈ വാക്ക് ഇസ്രായേൽ നിരകളിലെല്ലാം വളരെ ദിവസങ്ങളായി മുഴകിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണ്. ആരും അത് കേൾക്കാനിട്ടല്ല, ആരും അത് ശ്രദ്ധിക്കാനിട്ടല്ല, കേട്ടിട്ടത് ഏറ്റെടുക്കുവാൻ കഴിവുള്ള, കരുത്തുള്ള ഒരു മനുഷ്യനും അതിനകത്തില്ല. ആത്മാവുള്ള, ആത്മാവിന്റെ നിറവുള്ള, ആത്മാവിന്റെ ശക്തിയുള്ള, പരാജയങ്ങളെ വെല്ലുവിളിക്കാൻ തയ്യാറുള്ള ഒരുവൻ അതിനകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഈ വെല്ലുവിളിയുടെ നടുവിൽ ഇതാ കഴിഞ്ഞ 40 ദിവസങ്ങളിലെ ആ വെല്ലുവിളിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇവിടെ ഇതാ ആത്മാവിന്റെ നിറവുള്ളതായ ഒരു മനുഷ്യൻ, ആത്മശക്തിയുള്ള ഒരു മനുഷ്യൻ അവിടേക്ക് വരുമ്പോൾ അവൻ ഈ നിലവിളി കേട്ടു, അവൻ ഈ വെല്ലുവിളി കേട്ടു. കാര്യത്തെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കിയപ്പോ അവന് ലഭിച്ചതായ മറുപടി ഇതാണ്: ഇതാ അതിന്റെ കാര്യം, ഇതാ അതിന്റെ രഹസ്യം, ഇതാണ് അതിന്റെ പ്രത്യേകത. അവൻ പറഞ്ഞു, അത് സാരമില്ല, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ എന്നെ ദൈവം സഹായിച്ച ചില അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ എനിക്ക് ഒന്നറിയാം. എന്റെ അകത്തളങ്ങളിലുള്ള ആത്മാവ് പറയുന്നു, അവനെ മൗനമാക്കുവാൻ, ആ ശത്രുവിന്റെ മേൽ ജയം ഘോഷിക്കുവാൻ ദൈവം എനിക്ക് പ്രാപ്തി തരും. അങ്ങനെ സംസാരങ്ങളൊക്കെ അവിടെ നടന്നു. ഒടുവിലായി ഇവൻ പടക്കളത്തിലേക്ക് ഇറങ്ങി. തനിക്ക് നേരെ കടന്നു വരുന്ന ഒരു ചെറിയ ബാലനായിരിക്കുന്ന ദാവീദിനെ കണ്ടപ്പോൾ ശത്രു പോലും പറഞ്ഞു, ഇങ്ങ് അടുത്തുവാ, ഞാൻ നിന്റേതായ ശരീരത്തെ, നിന്റെ മാംസത്തെ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഞാൻ ഇരയായി കൊടുക്കുമെന്ന് ശത്രു ജയഘോഷം കൊള്ളുന്നതിന്റെ ആരവമെന്ന പോലെ അവൻ ചില വാക്കുകൾ ഉയർത്തി പറയുമ്പോൾ ദാവീദ് പറഞ്ഞൊരു മറുപടി ഉണ്ട്: ഇന്ന് പകൽ ഞാൻ നിന്റെ നേരെ വരുന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ കടന്നു വരുന്നെങ്കിൽ ഇന്ന് പകൽ അവൻ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അല്ലെ, നാളെ എന്നല്ല, ഇന്ന് ഞാൻ ഈ അടർക്കളത്തിൽ നിന്റെ നേരെ കടന്നു വരുമ്പോ എനിക്ക് ഒന്നറിയാം, എന്റെ അകം പറയുന്നുണ്ട്, എന്റെ ഉള്ളം പറയുന്നുണ്ട്, 40 ദിവസങ്ങളിലെ ആ വെല്ലുവിളി കൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഏറ്റ പരാജയം ഇന്നത്തോടെ അവസാനിക്കാൻ പോകുക.
ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങൾ വരെയും നീ ജയഘോഷം കൊണ്ട് ആടിയെങ്കിൽ, അല്ലെ ജയഘോഷം ഹല്ലേലൂയ നീ വിളിച്ച് പ്രസ്താവിച്ചെങ്കിൽ, ആ ജയം നീ ഘോഷിച്ചെങ്കിൽ, എന്താ അവൻ ജയം ഘോഷിച്ചത്? ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും മുന്നോട്ട് കടന്നു വന്ന് അവൻ വെല്ലുവിളിച്ചിട്ട് അല്പസമയം മൗനമായിരിക്കുമ്പോ, ആരും മുന്നോട്ട് വരാതിരിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. അപ്പോൾ എന്റെ ഒരു ചോദ്യം, ഹല്ലേലൂയ, ഗോലിയാത്തെ ഈ 40 ദിവസം വെല്ലുവിളിച്ചിട്ടും ആരും നിന്നെ തോൽപ്പിക്കാൻ വരാതിരുന്നപ്പോ നീ എന്താ ജയം പ്രഖ്യാപിച്ച് എന്താ പോകാഞ്ഞത്? ഹല്ലേലൂയ, അവൻ പോകാഞ്ഞതല്ല, ദൈവം അവനെ വിടാഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം. കാരണം അല്ലെ അവിടേക്ക് ഒരുത്തൻ കടന്നു വരണമെന്നുള്ള ദൈവത്തിന്റെ നീതിയായതുകൊണ്ട് അവൻ വരുന്നതുവരെയും ഇവൻ നിലനിൽക്കണമെന്ന് അല്ല ദൈവത്തിന്റെ നീതിയാ. ദൈവത്തിന് സ്തോത്രം. ഫറവോനെ കുറിച്ച് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയേക്കുക. അല്ലെങ്കിൽ പല അത്ഭുതങ്ങൾ, ആദ്യത്തെ 1, 2, 3 അടയാളങ്ങൾ മോശ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇവൻ ഈ ഒരു കാര്യത്തിന് മുമ്പിൽ തോറ്റുപോകാഞ്ഞത്? ദൈവത്തിന്റെ ശക്തി ശരിക്കൊന്ന് മനസ്സിലാക്കാൻ ദൈവം നിർത്തിയേക്കുക. അങ്ങനെ ഒടുവിലായി നമുക്കറിയാം, അല്ലെ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 50-ാമത്തെ വാക്യം വായിക്കുമ്പോ, ഇങ്ങനെ ഒരു കല്ലും ഒരു കവിണയുമായി ദാവീദ് മല്ലനെ ജയിച്ചു. പ്രിയരെ, ഹല്ലേലൂയ, ജയിച്ചത് കവിണയുടെ പ്രത്യേകതയല്ല, ജയിച്ചത് ആ കല്ലിന്റെ പ്രത്യേകതയല്ല, എറിയാനുള്ളതായ ഉന്നമല്ല, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ, ശത്രു ജയഘോഷം കൊള്ളാതിരുന്നത് നീ എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട്. എത്ര പേരിന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ സന്തോഷിക്കും, അല്ലെ നമ്മെ നോക്കി, നമ്മുടെ കുടുംബത്തെ നോക്കി, അല്ലെ നാം ചെയ്യുന്ന പ്രവൃത്തിയെയും വേലകളെയും നോക്കി അതിൽ ജയഘോഷം കൊള്ളുവാൻ, അതിൽ ഊറ്റം കൊള്ളുവാൻ കാത്തിരുന്ന ശത്രുവിന്റെ മുമ്പിൽ നാം നിവദിക്കുമെന്നും അല്ലെ നാം എഴുന്നേൽക്കയില്ലെന്നൊക്കെ കുറിച്ചിട്ട് അതിനെ അടിവരയിട്ട് കാത്തിരുന്ന ആളുകളുടെ മുമ്പിൽ അവരുടെ നടുവിൽ നമ്മെ എഴുന്നേൽപ്പിച്ച ദൈവകൃപ എത്ര വലിയതാ! ഈ വാക്യത്തിൽ തന്നെ സങ്കീർത്തനക്കാരൻ പറഞ്ഞല്ലോ, അവനൊരു ദുർവ്യാധി പിടിച്ചു, അവൻ കിടപ്പിലായി, അവൻ എഴുന്നേൽക്കുകയില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും അല്ല രോഗം നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നാം എഴുന്നേറ്റത് ദൈവം പ്രസാദിച്ചത് കൊണ്ടല്ലേ? അതിന്റെ ആരംഭഭാഗം ഇങ്ങനെ വായിക്കുന്നു, അല്ല രോഗശയ്യയിൽ യഹോവ അവനെ എന്ത് ചെയ്യും? താങ്ങും. ദൈവത്തിന് സ്തോത്രം. തമ്പുരാൻ താങ്ങിയത് കൊണ്ടല്ലേ? ആരെല്ലാം താങ്ങാനുണ്ടായിട്ടും, ഏതെല്ലാം മരുന്നുകൾ ഉണ്ടായിട്ടും, ഏതെല്ലാം ഡോക്ടർമാർ ചികിത്സിക്കാനുണ്ടായിട്ടും അവരുടേതായ പ്രവർത്തികളോ അവരുടേതായ ചികിത്സകളോ ഒന്നും വേണ്ടതുപോലെ ഫലിക്കാതിരുന്നപ്പോ അതിന്റെ നടുവിലും കണ്ണുനീര് കണ്ടോ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന സ്വർഗത്തിലെ ദൈവം നമ്മിൽ പ്രസാദിച്ചതല്ലേ നമ്മുടെ വിടുതലിന് കാരണമായി തീർന്നത്? നമ്മിൽ പ്രസാദിച്ചതല്ലേ നമ്മുടെ ആശ്വാസത്തിന് കാരണമായി തീർന്നത്? അതുകൊണ്ട് ഇന്ന് പകൽ ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയണം, നിനക്ക് എന്നിൽ പ്രസാദമായതുകൊണ്ട് ശത്രു എന്റെ മേൽ ജയഘോഷം കൊള്ളാതിരുന്നു. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ നന്നായി ജീവിക്കുന്ന ഒരു ദൈവവൈതലിനെ കണ്ട് അസൂയ പൂണ്ട് ഏതെങ്കിലും നിലയിൽ ഒരസ്വസ്ഥത ജീവിതത്തിൽ വരുത്തി അവനെ ശേഷം മനുഷ്യരെ പോലെ ആക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു പൈശാചിക വ്യാപാരമുണ്ടെന്നുള്ളത് ഇയ്യോബിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇയ്യോബിന്റെ പക്കൽ പോരായ്മകൾ ഉണ്ടായിട്ടല്ലല്ലോ പിശാച് അവനെ തൊടാൻ തുടങ്ങിയത്. ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ ആ കാലങ്ങളിൽ ജീവിച്ചിരുന്ന എല്ലാവരെക്കാൾ കൂടുതൽ ദൈവം മുൻപാകെ ഭക്തനായ ഒരു മനുഷ്യനാണ്. അവന്റെ തീരുമാനവും പ്രതിഷ്ഠയും കഷ്ടത വന്നപ്പോൾ അല്ല ഒന്നുകൂടെ ഉറപ്പാക്കിയത്, അതിനു മുമ്പ് തന്നെ ദൈവം ആരാണെന്നും ദൈവത്തെ സേവിക്കുന്നത് എങ്ങനെയാണെന്നും നന്നായി അറിഞ്ഞ ഭക്തൻ ആ വിശ്വസ്തതയോടെ ജീവിച്ചു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒന്നൊന്നായി പ്രതികൂലങ്ങൾ ആരംഭിച്ചു. ഓരോന്നോരോന്നും നഷ്ടപ്പെടാൻ തുടങ്ങി. കഷ്ടപ്പാടിൻ്റെതായ വേദനയും നഷ്ടങ്ങളുടേതായ ഭാരങ്ങളും തന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കി. ഒടുവിലായി അതാ സകലവും നഷ്ടപ്പെട്ട ആ ഭക്തന്റെ ജീവിതം കൂടെ തകരാൻ തുടങ്ങി. അവന്റെ ശരീരത്തിൽ വല്ലാതെ വ്യാധികൾ പിടിച്ച് ഒരു ഓട്ടിൻ കഷ്ണമെടുത്ത് ആശ്വാസത്തിനു വേണ്ടി അത് ഉപയോഗിച്ച് ചുരണ്ടിക്കൊണ്ട് ആശ്വാസത്തിനു വേണ്ടി കാത്തിരുന്നവൻ നഷ്ടങ്ങളുടെ പട്ടിക അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ശരീരത്തിന്റെ ഇന്നത്തെ ഗതികേട് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അവിടെയും ഒരു വാക്ക് അരുതാത്തത് പറഞ്ഞില്ല. ഹല്ലേലൂയ. എന്തിന് കർത്താവേ ഇത്രയൊക്കെ തന്നെന്ന്
ഒരുപക്ഷെ പറയാൻ അവൻ തയ്യാറായില്ല. അപ്പോഴും തനിക്കെതിരെ പറയുന്ന തന്റെ ഭാര്യയെ ശാസിക്കുകയാ താൻ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഹല്ലേലൂയ വെച്ചടിച്ച് ഉയർന്നു വന്നപ്പോൾ അവന്റെ ജീവിതം തകരുമെന്ന് ചിന്തിച്ചതായ വേളകളിൽ ഹല്ലേലൂയ അവന്റെ കൂട്ടുകാർ പോലും അവനിൽ വരുത്തുന്ന മാറ്റങ്ങളെ കണ്ട് ഹല്ലേലൂയ ദർശിച്ച സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബ് ഒരു നിലയിലും ഒരു വാക്കും അരുതാത്തത് പറഞ്ഞ് ദൈവത്തെ കോപിപ്പാൻ അവൻ തയ്യാറായില്ല. പിശാച് അവനെ നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞതായ അവന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു. അവന്റെ ആത്മീക ജീവിതത്തെ, അവന്റെ കുടുംബ ജീവിതത്തെ, അവൻ ഉണ്ടായിരുന്നതിനെ, അവൻ നേടിയതിനെ സകലതും ഞാൻ ഇല്ലാതെയാക്കി, മുഴുവനും ഞാൻ നഷ്ടമാക്കി കളഞ്ഞു. പക്ഷേ ഇയ്യോബിനറിയാം, ഹല്ലേലൂയ, ഇയ്യോബ് ആ ജയഘോഷം സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല. ഹല്ലേലൂയ. നമുക്ക് ഇയ്യോബിനോട് പറയാൻ കഴിയും, ഇയ്യോബ് ഇത്രയൊക്കെ സമ്മതിച്ചിട്ടും ഇത്രയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഇനിയും നീ എന്താ തോൽവി സമ്മതിക്കാത്തെ? ഹല്ലേലൂയ. മക്കളെല്ലാം നഷ്ടപ്പെട്ടില്ലേ? ആടുമാടുകൾ മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ? ദാസിദാസന്മാർ മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ? നിനക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ബഹുമാനം വരെ നഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നത്, എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യർ എഴുന്നേറ്റ് നിന്ന് തന്നെ വണങ്ങുന്ന ഒരു കാലയളവുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ശരീരം ഒരു വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന ഒരു നിലവാരത്തിലേക്കായി. എന്നിട്ടും അവൻ പറയുന്നു, ഞാൻ തോൽവി സമ്മതിക്കത്തില്ല. എനിക്കറിയാം ഞാൻ ആരെ അവിശ്വസിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ രാജാവ് ആരാണെന്നറിയാം, ഞാൻ സേവിക്കുന്നവൻ ആരാണെന്നറിയാം. ഹല്ലേലൂയ. എല്ലാം ഉള്ളവനെ ഒരു സീറോയാക്കിയിട്ടും അവൻ പറയുന്നത്, ഞാൻ തോറ്റിട്ടില്ല. ഇന്ന് നമ്മളാണെങ്കിൽ പറയും, എന്തൊരബദ്ധമാ പറയുന്നേ. ഹല്ലേലൂയ. അവന് സാരമായി എന്തോ കേടുപിടിച്ച. ഇതിപ്പോൾ അങ്ങനെ ഒരു സംഭവം സാക്ഷ്യം പറയുന്നത് ഞാനാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഒരാളാണെങ്കിൽ, അത് കേൾക്കുന്ന ആരും പറയും, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ആ മനുഷ്യന്റെ സമനില തെറ്റിപ്പോയി. അതുകൊണ്ട് ആ പുള്ളി പറയുന്നത്, എല്ലാം തീർന്നിട്ടും തോൽവി സമ്മതിക്കാത്തത്. പക്ഷേ ഭക്തനറിയാം, ഞാൻ തോൽവി സമ്മതിക്കാത്തതിന്റെ കാരണം, ഞാൻ തോൽക്കാത്തതിന്റെ കാരണം, എന്റെ തലമുറയുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞുപോയ ശേഷം ദൈവം ഏതെങ്കിലും നിലയിൽ മാനിക്കുമെന്നല്ല, ഒരു പുനരുത്ഥാനത്തെ ശരീരത്തിൽ എനിക്ക് കിട്ടുമെന്നല്ല, എന്റെ ജീവകാലത്ത്, ഹല്ലേലൂയ, എന്റെ ജീവകാലത്ത് എന്റെ കണ്ണടയുന്നതിന് മുമ്പ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി ഇവിടെ നിന്ന് മൗനവാസം ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു തിരിച്ചുവരവുണ്ടെന്നുള്ളത് എനിക്കറിയാം. എനിക്കൊരു മടങ്ങി വരവുണ്ടെന്ന് എനിക്കറിയാം. നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തരാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ കാലങ്ങൾ കൊണ്ട് ഞാൻ നേടിയത് ഒരൊറ്റ നിമിഷം കൊണ്ട് നൽകാൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു പക്ഷേ സംശയം തോന്നും, ഇത്രയും സമ്പാദ്യം നേടിയത് കാലങ്ങൾ കൊണ്ടാ. ഞാൻ അതിനൊരു തെളിവ് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൈവദാസൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. അഹരോനും മോശയും ഒക്കെ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരുന്ന കാലയളവിൽ 12 വടിയെടുത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അതിൽ അഹരോന്റെ വടി തളിർത്ത് പൂത്ത് അത് കായ്ച്ച ഒരു ചരിത്രം നമുക്കറിയാം. അത് ഒരു കടങ്കഥയല്ല പറഞ്ഞിരിക്കുന്നത്, സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് ആ ദൈവമനുഷ്യൻ പറഞ്ഞ ചിന്ത ഇതാണ്: ഒരു ബദാം പൂത്ത് അത് വളർന്നു വന്ന് പൂത്ത് കായ്ക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കാലക്കണക്കനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് കുറഞ്ഞത് 7 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിന് പുറത്തായെങ്കിൽ മാത്രമേ ഒരു ബദാം പൂത്തു കായ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ആ ബദാം പൂത്തു കായ്ച്ചെങ്കിൽ ഒരു ഭക്തന് വേണ്ടി ഒരു നിമിഷം കൊണ്ട് പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇയ്യോബേ, ഒരു മനുഷ്യായുസ് മുഴുവനും അധ്വാനിച്ച് നീ നേടിയത് അല്ലെ ചില ദിവസം കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ അതിനെയെല്ലാം ഒറ്റ ദിവസം
ദിവസം കൊണ്ട് മടക്കി തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം ജീവിക്കുന്നവനാണ്. ഇന്നും പകൽക്കാലവും അവൻ തോൽവി സമ്മതിക്കാത്തതിന്റെ കാര്യം അവൻ ഒന്നറിയാം. എന്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞതുപോലെ ഹല്ലേലൂയ മറ്റാരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തോൽവി സമ്മതിക്കാത്തത്. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ പുസ്തകം അവസാന അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റേതായ ജീവിതകാലത്തിൽ ദൈവം അവനെ അനുഗ്രഹിച്ച അനുഭവത്തെ കുറിച്ച് പറയുന്നത് അവന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഒത്തിരി കാലങ്ങൾ കൊണ്ട് നേടിയത് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് നേടി ദൈവനെ മാനിച്ച് ആദരിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തന. അല്ലെ, ശത്രു ജയഘോഷം കൊള്ളാതിരിക്കുന്നത് അവന് നിന്നിൽ പ്രസാദമായതുകൊണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബത്തെ കുറിച്ച്, നമ്മുടെ തലമുറയെ കുറിച്ച്, നമ്മെ കുറിച്ച് ജയഘോഷം കൊള്ളുവാൻ ഓരോരോ പരീക്ഷണങ്ങളും ഓരോരോ പരിശോധനകളും ജീവിതത്തിൽ കടന്നു വന്നപ്പോ ഇതിന്റെ അവസാനത്തിൽ തകർന്നു പോകുമെന്നോർത്ത് അത് കാണാൻ കാത്തിരുന്നവരുടെ മുമ്പിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാൻ കഴിയണം, വളരെ ആനന്ദത്തോടെ, വളരെ ആർപ്പോടെ പറയാൻ കഴിയണം. ഇന്ന് ഞാൻ നിൽക്കുന്നതിന്റെ കാരണം, ശത്രു എന്റെ മേൽ ജയം ഘോഷിക്കാത്തതിന്റെ കാരണം ദൈവം എന്നിൽ പ്രസാദിച്ചത് കൊണ്ട്, എന്റെ കുടുംബത്തിൽ പ്രസാദിച്ചത് കൊണ്ട്, എന്റെ തലമുറയിൽ പ്രസാദിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അടുത്ത സ്ഥലവാസിയാണല്ലോ ഡോക്ടർ ജോർജ് കോവൂര്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരനുഭവത്തെ കുറിച്ച് തന്റെ മാതാവ് ആ കർത്തദാസി പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ ഒരിക്കൽ ഓർക്കുന്നു. ജനിച്ചപ്പോഴേ തലയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതായ ഒരു ബാലകനായി ജനിച്ച ഇദ്ദേഹത്തെ പലയിടത്തും കൊണ്ടുപോയി ചികിത്സിച്ചു. മാറി മാറി ചികിത്സകളുടെ അവസാനം ആളുകൾ പറഞ്ഞു, ഇവന് രണ്ട് അപാകതകൾ ഇവൻ ജീവിച്ചിരുന്നാൽ സംഭവിക്കും. ഒന്ന്, ഇവന് നീളം വെക്കത്തില്ല. ആ കർത്തദാസി പറഞ്ഞു, അല്ലേലും നീളം വെക്കത്തിൽ എന്ന് പറഞ്ഞ് എന്റെ മകനിപ്പോ 5 അടി 6 ഇഞ്ച് നീളം ഉണ്ട്. എന്റെ ആഗ്രഹം ഇനിയും നീളം വെക്കരുതെന്ന. ഹല്ലേലൂയ. രണ്ടാമത് പറഞ്ഞു, ഇവൻ ജീവിച്ചിരുന്നാലും ഒരു ജീവശവം പോലായിരിക്കുകയുള്ളൂ. ഇവന്റെ ബുദ്ധി വികസിക്കത്തില്ല. ഒരു ബുദ്ധി ഹല്ലേലൂയ വളർന്ന് ഏതെങ്കിലും ഒരു നല്ല നിലയിൽ ഇവൻ എത്തുകയില്ല. പക്ഷേ വളരെ മനോഹരമായി നിലയിൽ പഠിച്ച് ഒരു ന്യൂറോ സർജനായി അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തന്നെ എത്തിച്ചത് ലോകം നോക്കിക്കൊണ്ട് പറഞ്ഞു, ജയഘോഷം കൊള്ളുവാൻ കാത്തിരുന്ന ശത്രു പറഞ്ഞു, വളർച്ച മുരടിച്ചു പോകും, വളർന്നാൽ തന്നെ ഹല്ലേലൂയ ഒരു ബുദ്ധി വൈഭവം ഉണ്ടാകത്തില്ല. ദൈവവൈതലേ, നിന്റെയും എന്നെയും നോക്കി സംഭവിച്ചതായ ആ പരിശോധന ഇവിടെ മുമ്പില്, സംഭവിച്ച അപാകതയുടെ മുമ്പില് പിശാച് പറയുന്ന പല വാക്കുകൾ ഉണ്ടായിരിക്കുക. എന്നാൽ അതിനെയൊക്കെ തിരുത്തി കുറിച്ച്, അതിനെയൊക്കെ മാറ്റി എഴുതി ശത്രു ജയഘോഷം കൊള്ളാതിരിക്കുവാൻ നമ്മിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എന്നെ ജയഘോഷം കൊള്ളാതിരിക്കുന്നത്, എന്റെ കുടുംബത്തെ നോക്കി ജയഘോഷം കൊള്ളാതിരിക്കുന്നത് ദൈവത്തിന് എന്നിൽ പ്രസാദമായതുകൊണ്ട്. നമ്മുടെ ആരുടെയും മിടുക്കല്ല, നമ്മുടെ ആരുടെയും കഴിവല്ല. ഇന്ന് നേടുന്ന നന്മകൾക്കൊക്കെ ഒരുപക്ഷേ ഹല്ലേലൂയ നമ്മെ ദൈവം അതിന് കാരണമായി ഉപയോഗിക്കുന്നെങ്കിലും നമ്മുടെ അപാകതകളെയും നമ്മുടെ അപൂർണതകളെയും ഒക്കെ മറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയാണ് നമ്മെ സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. യോഗ്യന്മാർ പലരും ഉണ്ടായിരിക്കെ അവരെയൊക്കെ മാറ്റി നിർത്തി അവരുടേതായ ഇടയിൽ ഒരു അയോഗ്യനെ മാനിക്കുന്ന ദൈവത്തിന്റെ കൃപ എത്ര വലിയതാ, എത്ര വലിയതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധം ചെയ്തു പരിചയമുള്ളവൻ, അല്ലെങ്കിൽ ആയുധം പിടിച്ച് അതിനുള്ള പ്രാപ്തിയുള്ളവൻ അല്ലേ ഒരു രാജാവായി അഭിഷേകം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഒരു യുദ്ധം കണ്ടിട്ടില്ലാത്ത, ഒരു യുദ്ധം ചെയ്തിട്ടില്ലാത്ത, ഒരിക്കൽ പോലും ഒരു യുദ്ധക്കളത്തിൽ ഉപയോഗിക്കുന്ന ഒരായുധം കണ്ടിട്ടില്ലാത്ത, ഒരായുധം പിടിച്ചിട്ടില്ലാത്ത ഒരു ദാവീദിനെ ഇതാ ഒരു രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ അവന്റെ മേൽ ദൈവം പ്രസാദിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. ഭക്തനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, യുദ്ധം കണ്ടിട്ടില്ലെങ്കിലും, യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലും, ആയുധം വേണ്ടതുപോലെ കണ്ടിട്ടില്ലെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഞാൻ ആയിരുന്നതായ മേഖലകളിൽ ദൈവം എന്നെ ട്രെയിൻ ചെയ്തു. 144-ാം സങ്കീർത്തനത്തിൽ താനെന്ന് പറയുന്നു, എന്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ പോരിന് എന്റെ കൈകളെയും യുദ്ധത്തിന് എന്റെ വിരലുകളെയും
അഭ്യസിപ്പിക്കുന്നു. പട്ടാള ചിട്ടയിൽ ഒരു ട്രെയിനിങ് എനിക്ക് ലഭിച്ചില്ലെങ്കിലും അല്ലെ ഉന്നതനായ ഒരു കർത്താവ് അല്ലെ ഞാൻ വനാന്തരങ്ങളിലായിരുന്നപ്പോ എനിക്ക് ഓരോരോ ചെറിയ ക്ലാസ് തന്ന് ഓരോ ട്രെയിനിങ്ങിലൂടെ നടത്തുമ്പോ ദൈവം തമ്പുരാന്റെ പദ്ധതി ഇവിടെ കൊണ്ടെത്തിക്കാനാണെന്നുള്ളത് എനിക്കറിയയില്ലായിരുന്നു. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാ, അത് ദൈവത്തിന്റെ കരുണയാ. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമ്മെ നടത്തിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് എത്ര മഹത്വം കൊടുത്താലും എത്ര സ്തുതിച്ചാലും അത് അധികപ്പറ്റായി തീരുകയില്ല. ഹല്ലേലൂയ. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായി എന്ന് ഞാൻ അറിയുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രസാദിച്ചത് കൊണ്ടാണ് ഈ നന്മകളെല്ലാം അനുഭവിക്കുന്നതെങ്കിൽ ഇന്നായിരിക്കുന്ന നിലവാരത്തിൽ അല്ല ദൈവവൈതലെ നീയും നിന്റെ കുടുംബവുമായിരിക്കുന്നത്, ഇന്നായിരിക്കുന്ന ഭവനത്തിൽ, ഇന്നായിരിക്കുന്ന ദേശത്തിൽ, ഇന്നായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നെ എത്തിച്ചത് ദൈവം തമ്പുരാനാണെങ്കിൽ ആ പ്രസാദത്തിനനുസരിച്ച് ജീവിച്ചാൽ അത് നിലനിൽക്കും. ഞാൻ ആവർത്തിക്കാം, അത് നിലനിൽക്കണമെങ്കിൽ ആ പ്രസാദം എന്ത് ചെയ്യരുത്? നഷ്ടപ്പെട്ടു പോരുത്. ഹല്ലേലൂയ. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു, എങ്കിൽ അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ, അവന്റെ വാക്ക് കേട്ടാൽ പ്രാപിച്ച ശുഭത നിലനിൽക്കും. ഇല്ലെങ്കിൽ ആവണക്കിനെ ഉയർപ്പിക്കുന്നവൻ അതിന്റെ ഹല്ലേലൂയ കടക്കൽ ഹല്ലേലൂയ ദൈവം ചെയ്യാനുള്ളത് മറ്റൊരു പോംവഴി ദൈവം ചെയ്യും. ആവണക്കിനെ കിളിർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അവിശ്വസ്തത വന്നാൽ അതിനെ നശിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പ്രാപിച്ചത് അനുഭവിക്കുന്നത് നിലനിൽക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് പ്രാർത്ഥന കുറയരുത്, അല്ലേലും കണ്ണുനീര് കുറയരുത്, ദൈവത്തോടുള്ള ആത്മാർത്ഥത കുറയരുത്, ദൈവവചന ധ്യാനം കുറയരുത്, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നതിന്റെ അളവ് കുറയരുത്. ഹല്ലേലൂയ. ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദൈവം എനിക്ക് ഹല്ലേലൂയ എന്നെ മാനിച്ചു. ഇനി അത് കുറഞ്ഞു പോയാലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കരുത്. എവിടെയാണ് ഹല്ലേലൂയ, എവിടെയാണ് അല്ലെ ഒരു പ്രതികൂലം കടന്നു വരുന്നത്, ഏത് രീതിയിലാണ് അതിനെ കുത്തിക്കളയെന്ന് നമുക്കറിയുകയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, അത് നിലനിൽക്കണമെങ്കിൽ പിന്നെയും പ്രാർത്ഥന കുറയ്ക്കരുത്, കണ്ണുനീര് കുറയ്ക്കരുത്. അല്ലെ ഇരട്ടിയായി ദൈവം മാനിക്കണമെങ്കിൽ, പടിപടിയായി ദൈവം നിന്നെ ആദരിച്ച് ഉയർത്തണമെങ്കിൽ വിശ്വസ്തത പിന്നെയും തെളിയേണ്ടത് ആവശ്യം, വിശ്വസ്തത പിന്നെയും തെളിയിക്കേണ്ടത് ആവശ്യം. ആയതിനു വേണ്ടി ദൈവസ്ഥലം നമുക്കൊന്ന് ഒരുങ്ങാം. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിനക്കെന്നിൽ പ്രസാദമായി എന്ന് ഞാൻ അറിയുന്നു. ദൈവം പ്രസാദിച്ചതുകൊണ്ട് ഇന്ന് കാണുന്നതെല്ലാം നാം അനുഭവിക്കുന്നു. ആ പ്രസാദം നിലനിന്നാൽ നാളെയും ഇത് അനുഭവിപ്പാൻ കഴിയും, അടുത്ത നാളുകളിലും ഇത് അനുഭവിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഒരു കാലത്ത് മാനിക്കപ്പെട്ട അനേകരും ഇന്ന് ലോകത്തിലൊരു കൂത്തുകാഴ്ചയായി പോയ ചരിത്രം നമുക്കറിയാം. ഒരു കാലത്ത് ആദരിക്കപ്പെട്ടവർ, മാനിക്കപ്പെട്ടവർ, ദൈവം ആദരിച്ചു എന്ന് അവകാശപ്പെട്ട അനേകരും ഇന്ന് ഒന്നുമില്ലാത്തവരായി മാറിപ്പോയതിന്റെ രഹസ്യം കാരണമെന്തെന്നറിയാമോ? അവരിൽ അവിശ്വസ്തത കയറിയത് കൊണ്ടാ. ഹല്ലേലൂയ. ദൈവം അവരെ ആദരിച്ചപ്പോൾ ആദരിച്ച ദൈവത്തെ അവർ മറന്നു. ഹല്ലേലൂയ. ആ മറന്നുള്ള ഓട്ടം അവരുടെ ജീവിതത്തെ തകർത്ത് കളയാനിടയായി. അവർക്കത് സംഭവിച്ചത് വേദപുസ്തകം പറയുന്നല്ലോ, അവർക്കത് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഇത് ബുദ്ധി ഉപദേശത്തിനായി നൽകിയിരിക്കുന്നു. അവരെ പോലാകരുത്. ഹല്ലേലൂയ. അവരെ പോലെ നീ ജീവിക്കരുത്, അവരെ പോലെ പെരുമാറരുത്, അവരെ പോലെ പ്രവർത്തിക്കരുത്. ആ ദൈവം ഹല്ലേലൂയ കോപിച്ചാൽ അവന്റെ മുൻപാകെ നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ ദയാലുവായ ദൈവമാണ്, അപ്പോൾ തന്നെ തീഷ്ണതയുള്ള കർത്താവ്. അവന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാ. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന നമ്മെ രക്ഷിച്ച് ആദരിച്ച് മാനിച്ച് ദൈവം നിലനിർത്തിയെങ്കിൽ ആ മാന്യതയിൽ നിലനിൽക്കണമെങ്കിൽ ആ ദൈവത്തെ ആദരിക്കുന്നതിൽ പുറകോട്ട് മാറരുത്. ദൈവത്തെ വിളിക്കുന്നതിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തോട് അടുത്തിരിക്കുന്നതിൽ സമയം കുറയ്ക്കരുത്. ദൈവസന്നിധിയിൽ വിശ്വസ്തത പാലിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ തലകളെ വണക്കി ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കെന്നിൽ പ്രസാദമായി എന്ന് ഞാൻ അറിയുന്നു. ദൈവമക്കളെ, ശത്രു ജയം ഘോഷിക്കുവാൻ കാത്തിരുന്ന പല നിമിഷങ്ങളുണ്ട്. മരണത്തിന്റെ
നാദം കേൾക്കുവാൻ, അതിൻ്റെ ശബ്ദം കേൾക്കുവാൻ കാത്തിരുന്ന സമയങ്ങളുണ്ട്. നീ രോഗിയായി കിടപ്പിലായപ്പോൾ, കഷ്ടതയിലകപ്പെട്ട് നീ കിടപ്പിലായപ്പോൾ, പൊടുന്നനെയുള്ളതായ തകർച്ചയിലായി നീ കിടപ്പിലായപ്പോൾ, നിന്റെ ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ ആ കണ്ണടയുന്നതിന്റെ ഒരു ശബ്ദം കേൾക്കുവാൻ, ജയം ഘോഷിക്കുവാൻ ഞാൻ ഒരാളെ കൂടെ തകർത്തു കളഞ്ഞു എന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങളുണ്ട്. അവിടെ എല്ലാം കർത്താവിന്റെ ദയ നമ്മെ താങ്ങി. ഈ പകൽ ഈ ദൂത് കേൾക്കുവാൻ, ഈ പകൽ ഈ ആരാധനയെ സംബന്ധിക്കുവാൻ ദൈവം നമ്മെ ആരോഗ്യത്തോടെ ഭൂമിയിൽ നിർത്തി. പലവിധത്തിലുള്ളതായ കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വന്നു, വേദനകൾ ജീവിതത്തിൽ കടന്നു വന്നു, സാമ്പത്തിക ക്ലേശങ്ങൾ, മറ്റുള്ള തലത്തിലുള്ളതായ നിന്ദകളൊക്കെ വന്നപ്പോൾ ജയം ഘോഷിക്കുവാൻ കാത്തിരുന്നവരുടെ നടുവിൽ ദൈവം നമ്മെ നിർത്തി. ദൈവം നമ്മെ പരിപാലിച്ചു. ഭയന്നിരുന്ന തിന്മയൊന്നും സംഭവിക്കാതെ ദൈവം സൂക്ഷിച്ചു. ആ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാ! ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതാ! ആ ദൈവത്തെ പിന്നെയും സ്തുതിച്ച് മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഏൽപ്പിച്ചു കൊടുക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ തിരുസന്ധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ജീവിതത്തെ നോക്കി ജയം ഘോഷിക്കുവാൻ കാത്തിരുന്ന ശത്രുവിന്റെ മുമ്പിൽ കഴിഞ്ഞ ഒരാഴ്ചയുടെ, കഴിഞ്ഞ ഒരു മാസം കൂടെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നിർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. കാത്തിരുന്ന പലരും അവസാനം കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ, തകർച്ച കാണാൻ ആഗ്രഹിച്ചപ്പോൾ, ഹല്ലേലൂയ ഞങ്ങൾ ഇല്ലാതെയാകുന്നത് കാണാൻ ആഗ്രഹിച്ചപ്പോൾ, ഞങ്ങൾ ആത്മീകത്തിൽ നിന്ന് തകർന്നു പോകുന്നത് കാണാൻ ആഗ്രഹിച്ചപ്പോൾ, ശേഷം മനുഷ്യരെ പോലെ ആകുന്നത് കാണാൻ ആഗ്രഹിച്ചപ്പോൾ, അവിടെ എല്ലാം കർത്താവേ അവിടെ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ, അവിടെ ഞങ്ങളെ നിർത്തിയല്ലോ. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീക ഭൗതിക നന്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. സകലവും അതിന്റെ കാരണക്കാരൻ അവിടുന്നാണെന്ന്, അതിന്റെ എല്ലാം പിന്നിൽ അവിടുത്തെ കരമാണെന്ന് ഒന്നുകൂടെ ഗ്രഹിച്ച് മനസ്സിലാക്കി വിശ്വസ്തതയോടെ പിന്നെയും അങ്ങ് സേവിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണം. എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും അവിടുന്ന് സംസാരിച്ചല്ലോ, അവിടുന്ന് ഇടപെട്ടല്ലോ കർത്താവേ. പിന്നെയും അവിടുന്ന് പ്രസാദിക്കുന്ന ഒരാത്മീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെല്ലാം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളും പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഒന്നുകൂടെ കഴുകണമേ. തിരുമേശി ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, ആ ഒരു വലിയ ബോധ്യത്തോടെ, ആ വലിയൊരു അനുഭവത്തോടെ ആയിരിക്കാൻ കൃപ ചെയ്താണ്. എല്ലാ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയവുണ്ടായി കേൾക്കണമേ. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.